നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ ഉയർത്തിവിട്ടിട്ടുള്ള ഒരു വലിയ വിവാദമുണ്ട്. അത് പാലക്കാട് എലപ്പുള്ളി എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിൽ തുടങ്ങുന്ന ഒരു ബ്രൂവറിയുമായി ബന്ധപ്പെട്ടാണ്. ബ്രൂവറി എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ അവരൊരു ബിയർ ഉൽപ്പാദന കേന്ദ്രമാണ്. അപ്പോൾ ഇത് നടപ്പിലാക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു കമ്പനി എന്ന് പറയുന്നത് ഒയാസിസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അവർ യഥാർത്ഥത്തിൽ മധ്യപ്രദേശിലും അതുപോലെ തന്നെ രാജസ്ഥാനിലും പിന്നെ പഞ്ചാബിലും ഒക്കെ തന്നെ അവർക്ക് ഇത്തരത്തിലുള്ള ബ്രൂവറികൾ ഉണ്ടായിരുന്നു. അതിൽ പഞ്ചാബിൽ അവർ പൂട്ടാൻ കാരണം കേന്ദ്ര ജല കമ്മീഷൻ്റെയും അതുപോലെ മലിനീകരണ വകുപ്പിൻ്റെയും ഒക്കെ പരിശോധന വന്നു. അപ്പോൾ വലിയ തോതിൽ അവർ ഇതൊക്കെ വലിയ കുറ്റങ്ങൾ ചെയ്തു എന്ന് തെളിഞ്ഞു. അപ്പോൾ അതിന് ശേഷമാണ് അവിടെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന പഞ്ചാബിൽ അത് പൂട്ടിയത്. പഞ്ചാബിൽ ഇവർ തുടങ്ങുമ്പോൾ കോൺഗ്രസിൻ്റെ ഭരണമായിരുന്നു. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ തുടങ്ങുന്നത്. കൂടാതെ ഈ കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മദ്യനയ അഴിമതി കേസിൽ, ഒരു നയത്തിൻ്റെ പേരിൽ അഴിമതി കേസ് വന്നിട്ടുള്ള അപൂർവമായിട്ടുള്ള സംഭവമാണ്. കേജ്രിവാളൊക്കെ അകത്ത് കിടന്നത്. അപ്പോൾ അതിലുമൊക്കെ തന്നെ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ ഒയാസിസ് എന്ന് പറയുന്നത്. കമ്പനിയെ പ്രതിയാക്കിയിട്ടില്ല, പക്ഷേ കമ്പനിയുടെ ഡയറക്ടർമാരടക്കമുള്ള ആളുകളൊക്കെ തന്നെ അതിനകത്ത് പ്രതിയായിട്ടുണ്ട്. അപ്പോൾ ഇവർ വരുന്നതിലൊരു വിവാദമുണ്ടായിട്ടുണ്ട്. ആ വിവാദങ്ങൾ ഉന്നയിക്കുന്നതിൽ കോൺഗ്രസിന് ആദ്യം ചില പാളിച്ചകൾ പറ്റി എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഉന്നയിക്കുന്നതിന് ഏറ്റവും ആദ്യം പാളിച്ച പറ്റിയത് ഈ ഒയാസിസ് എന്ന് പറയുന്ന കമ്പനി വന്നപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടെൻഡർ ക്ഷണിക്കില്ല എന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞു. അത് വലിയ മോശമായിപ്പോയി. കാരണം കോൺഗ്രസ് ടെൻഡർ ക്ഷണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത് ഗവൺമെൻറ് ഏതെങ്കിലും റോഡോ അല്ലെങ്കിൽ മറ്റേ പാലമോ ഒന്നും കരാറ് കൊടുക്കുന്ന പണിയല്ല. അതുപോലും ഗവൺമെൻറ് ഇപ്പോൾ ടെൻഡർ വിളിക്കാതെയാണ് നമ്മൾ ഊരാളുങ്കൽ സൊസൈറ്റിക്കൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവർ നമ്മളെ ഏതാണ്ട് നമ്മുടെ ട്രൗസറടക്കം ഊരിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. കാരണം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്കറിയാമല്ലോ, വയനാട് പോലും ഉണ്ടാകുന്ന പുനരധിവാസത്തിന് ഇതുപോലെ ഊരാളുങ്കൽ സൊസൈറ്റി 750 കോടി രൂപ ഏൽപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ആ ദുരിതത്തിൽ നിന്ന് പോലും നമ്മുടെ കഴുക്കോല് ഉരുക്കൊണ്ടു പോകുന്ന ഒരു പണിയാണ് ചെയ്യുന്നത്. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇപ്പോൾ ഈ ബ്രൂവറി സ്ഥാപിക്കാൻ പോകുന്ന കമ്പനിയുടെ പ്രൊജക്റ്റ് എന്താണെന്ന് വെച്ചാൽ, കാരണം അവരുടെ സ്ഥലത്ത് അവരൊരു ബ്രൂവറി തുടങ്ങാൻ വേണ്ടി വരികയാണ്. അപ്പോൾ അതിന് ഗവൺമെൻറ് അനുമതി കൊടുക്കണോ വേണ്ടതെന്ന് തീരുമാനിച്ചാൽ മതി. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ അഴിമതി ആരോപണത്തിൽ നിന്ന് UDFും കോൺഗ്രസും ഒക്കെ പിന്മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ചില മാധ്യമങ്ങൾ പറയുന്നത്. എനിക്കറിയില്ല. പക്ഷേ രണ്ടാമത്തെ കാര്യം, ജലദൗർലഭ്യമാണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ലെങ്കിൽ ജലത്തെ തന്നെ, ഭൂഗർഭ ജലത്തെയൊക്കെ തന്നെ ഇവർ ചൂഷണം ചെയ്യും എന്നുള്ളതാണ് വലിയ പ്രശ്നമാക്കി കോൺഗ്രസ് ഉയർത്തി കാണിക്കാൻ പോകുന്നതെന്ന് കേൾക്കുന്നു. ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ വസ്തുത എന്താണ് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒയാസിസ് തുടങ്ങാൻ പോകുന്ന പ്രൊജക്റ്റ് എന്ന് പറയുന്നത് 600 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏതാണ്ട് 500 കിലോ ലിറ്ററിലോളം ബിയർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉൽപ്പാദന കേന്ദ്രമാണ്. അപ്പോൾ അത് ഉൽപ്പാദന കേന്ദ്രം കേരളത്തിൽ ഉണ്ടാകുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം നമ്മുടെ ഇവിടേക്ക് വരുന്ന മിക്ക ബിയറുകളും യുണൈറ്റഡ് ബ്രൂവറീസിൻ്റെയൊക്കെ അടക്കം പഴയ വിജയമില്ലയുടെ കമ്പനി അടക്കമുള്ള ആളുകൾക്കൊക്കെ തന്നെ പാലക്കാട് ഇത്തരത്തിൽ ബ്രൂവറീസൊക്കെ ഉണ്ട്. പക്ഷേ 1998 ശേഷമാണെന്നാണ് എൻ്റെ ഓർമ്മ. കാരണം E.K. നായനാരൊക്കെ തന്നെ ഇങ്ങനെ കാലത്ത് ഇങ്ങനെ ഒരു ബ്രൂവറി തുടങ്ങേണ്ടതില്ല ഇനി മുതൽ കേരളത്തിൽ എന്ന് തീരുമാനിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ നഷ്ടങ്ങളുണ്ട്. കാരണം നമ്മുടെ GSTയും ടാക്സും ഒക്കെ മറ്റ് സ്റ്റേറ്റുകളിലേക്കൊക്കെ പോവുകയാണ്. നമ്മുടെ ഇവിടെ ഉൽപ്പാദനം ഉണ്ടായാലും അതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ നിൽക്കുമ്പോൾ പോലും ഈ കമ്പനി വരുന്നതിൽ ചില രസകരമായ കാര്യങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ തന്നെ ഏത് പ്രൊജക്റ്റും കേരളത്തിൽ വരുള്ളൂ എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് വലിയ വിമർശനമൊന്നും ഞാൻ ഉന്നയിക്കത്തില്ല. പക്ഷേ എങ്കിലും ഈ കമ്പനി ചെയ്തിട്ടുള്ളൊരു പണി എന്ന് പറഞ്ഞാൽ 2022 ഒയാസിസിൻ്റെ കമ്പനിയുടെ പ്രസിഡൻ്റായിട്ടുള്ള CS വാസുദേവൻ അദ്ദേഹം വന്നിട്ട് ഈ പറയുന്ന നമ്മുടെ ചീഫ് സെക്രട്ടറിയെയും അതുപോലെ എക്സൈസ് കമ്മീഷണറെയും ഒക്കെ കാണുന്നുണ്ട് 2022. അപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ എക്സ്പ്രസ് പത്രമാണ്, ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ്. അപ്പോൾ അതിനുശേഷം 2022 തന്നെ ഈ ആളുകളെയൊക്കെ കണ്ട് ഏതാണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഇവർ എലപ്പുള്ളി പഞ്ചായത്തിൽ ഒരു 24 ഏക്കർ സ്ഥലം അങ്ങോട്ട് ധൈര്യത്തോടെ ഇവർ മേടിച്ചു. ഈ 2024 സ്ഥലം മേടിച്ചു എന്ന് മാത്രമല്ല, 2023 ആയപ്പോഴേക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് അനുമതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലെറ്റർ ഓഫ് എക്സ്പ്രഷൻ ഇവർ നേടിയെടുത്തു. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഇതിന് അനുമതി കിട്ടണം. അനുമതി കിട്ടുമ്പോൾ മറ്റൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അവർ അഡ്രസ്സായി കൊടുത്തിരുന്നത് എലപ്പുള്ളി പഞ്ചായത്തിൽ 24 ഏക്കർ സ്ഥലമാണ്. അതിൻ്റെ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ, ഈ ലെറ്റർ ഓഫ് എക്സ്പ്രഷൻ മേടിക്കുമ്പോൾ പിന്നെ അവിടെ മാത്രമേ ഇവർക്ക് പദ്ധതി തുടങ്ങാൻ കഴിയുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ 2024 ഇത്തരത്തിൽ ലെറ്റർ ഓഫ് എക്സ്പ്രഷൻ കിട്ടുന്നുണ്ട്. 2023 ഇവർ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കിട്ടുമ്പോൾ പോലും നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് 2022 തന്നെ ഒരു കമ്പനി വന്ന് ധൈര്യപൂർവ്വം സ്ഥലം മേടിക്കുകയാണ്. സ്ഥലം മേടിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ ആലോചിക്കണം.
ഒരു സ്റ്റാൻഡിങ് ഓർഡർ, ഗവൺമെൻറ് ഓർഡർ നിലവിലുണ്ട്, ഇവിടെ ബ്രൂവറികൾ ഒരിക്കലും അനുവദിക്കില്ല എന്ന് പറഞ്ഞ ഓർഡർ നിലവിലുള്ളപ്പോൾ തന്നെ ഒരു കമ്പനി ധൈര്യപൂർവ്വം അവരുടെ കയ്യിലുള്ള പണം മുടക്കി ഒരുപാട് ബുദ്ധിമുട്ടി പലരിൽ നിന്നായി 24 ഏക്കർ സ്ഥലം മേടിക്കുകയാണ്. ഈ സ്ഥലം മേടിക്കുന്ന കമ്പനികൾ മണ്ടന്മാരൊന്നും അല്ലല്ലോ, അവർ വെറുതെ ഒന്നും സ്ഥലം മേടിക്കില്ലല്ലോ. എന്ന് പറഞ്ഞാൽ കൃത്യമായി 2022 തന്നെ ഈ ചീഫ് സെക്രട്ടറിയെയും എക്സൈസ് കമ്മീഷണറെയും പോലെയുള്ള ആളുകളെയൊക്കെ കണ്ടുപോയതിനു ശേഷം നമ്മുടെ രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് കൃത്യമായി ഇവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്ഥലം മേടിച്ചോ, ഇത് ഞങ്ങൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ ചെറിയ തോതിലുള്ള ചില്ലറയും ഒക്കെ മേടിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ആ ചില്ലറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ തോതിലുള്ള വിഭവ സമാഹരണം ഇവരിൽ നിന്ന് നടത്തിയിട്ടുണ്ടാവും. അത് നടത്തിയതിൻ്റെയും ഈ വാക്ക് കൊടുത്തതിൻ്റെയും ഉറപ്പിലാണ് വെറുതെ ആരെങ്കിലും പോയി 24 ഏക്കർ സ്ഥലം, അതായത് ഒരിക്കലും ബ്രൂവറി തുടങ്ങാൻ പറ്റില്ല എന്നുള്ള സ്ഥലത്ത് ബ്രൂവറി തുടങ്ങാൻ വേണ്ടിയിട്ട് ആരെങ്കിലും 24 ഏക്കർ സ്ഥലം മേടിക്കുമോ? കാരണം നായനാർ ഗവൺമെൻറ് കാലത്ത് തന്നെ ഇങ്ങനെ ബ്രൂവറികളൊന്നും ഇനി തുടങ്ങില്ല എന്നുള്ള ഇത് നിൽക്കുകയാണ്, അത് ഓർഡർ നിൽക്കുകയാണ്, ഉത്തരവ് നിൽക്കുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഒരു കാര്യമുണ്ട്, 2023-24 ഞങ്ങളിത് മാറ്റിത്തരാമെന്ന് രാഷ്ട്രീയക്കാരോട് പറഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയക്കാർ വാക്ക് പാലിച്ചു. നമ്മളോടൊക്കെ വാക്ക് പാലിക്കാത്തുള്ളൂ. ഈ പറയുന്ന കാശ് കൊടുക്കുന്നവനോടും വലിയ പണം കൊടുക്കുന്നവരോടൊക്കെ ഇവർ കൃത്യമായി വാക്ക് പാലിക്കും, അല്ലെങ്കിൽ പല പ്രശ്നങ്ങളുണ്ടാവുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് പോളിസി തന്നെ മാറ്റം വരുത്തി. പോളിസിയിൽ 2023-2024 ബ്രൂവറികൾ തുടങ്ങാനായിട്ടുള്ള പോളിസിയിലേക്ക് നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് മാറി. എന്ന് പറഞ്ഞാൽ കുത്തകകൾക്കും ബൂർഷ്വാസികൾക്കുമൊക്കെ എതിരായിട്ടുള്ള ഗവൺമെൻറ്. ഒരു പാവം മനുഷ്യൻ, ഒയാസിസ് എന്ന് പറഞ്ഞ കമ്പനി, പഞ്ചാബിൽ കുറച്ച് മലിനീകരണമൊക്കെ നടത്തിയിട്ടുള്ള ഒരു കമ്പനി, കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കമ്പനി, ലിക്കർ സ്കാം കേസിൽ ഡൽഹിയിൽ അകപ്പെട്ടിട്ടുള്ള ഒരു കമ്പനി. പക്ഷേ ഈ കമ്പനി പാവം പിടിച്ച കമ്പനിയല്ലേ, അവരൊന്ന് ജീവിച്ചു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവരുടെ പോളിസിയിൽ തന്നെ മാറ്റം വരുത്തി. നേരത്തെ ഇത് കേൾക്കുമ്പോൾ നിങ്ങളെല്ലാവരും ആലോചിക്കണം കേട്ടോ, KM മാണിയുടെ കാലത്ത് ഇത്തരത്തിലുള്ളൊരു വിവാദം ഉണ്ടായിട്ടുണ്ട്. കാരണം ബഡ്ജറ്റിൻ്റെ രഹസ്യങ്ങൾ തന്നെ ചോർത്തി, അതായത് ബഡ്ജറ്റിൽ വരാനിരിക്കുന്ന ആനുകൂല്യങ്ങൾ പോലും ചോർത്തി കൊടുത്ത് പണം മേടിക്കുന്നു എന്ന് പറയുന്ന ആരോപണമുണ്ട്. ഏതാണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ പോളിസീസൊക്കെ തീരുമാനിക്കുന്ന ഇത്തരത്തിലുള്ള ബ്രൂവറികളും ഇത്തരത്തിലുള്ള ആളുകളും ഒക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതാണ് ഇതിലെ കാതലായ പ്രശ്നം. പക്ഷേ ഇത് ജനത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പ്രതിപക്ഷം ശ്രമിക്കുന്നില്ല. അതായത് 2023-2024 നിങ്ങളൊരു പോളിസി ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്ന ഒരു കമ്പനി, ഒയാസിസ് എന്ന് പറയുന്ന ഒരു കമ്പനി, അവർ 600 കോടി രൂപ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് 24 ഏക്കർ സ്ഥലം എലപ്പുള്ളി പഞ്ചായത്തിൽ മേടിച്ച് അവർ 2022 തന്നെ ഈ പറയുന്ന പോലെ ലെറ്റർ ഓഫ് എക്സ്പ്രഷന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൽ അപ്ലൈ ചെയ്ത് 2023-2024 ആയപ്പോഴേക്കും അത് മേടിക്കുന്നു. എന്നിട്ട് നമ്മുടെ ഗവൺമെൻറ്റിനെ അപ്രോച്ച് ചെയ്യുന്നു. ഗവൺമെൻറ് അപ്പം തന്നെ പറയുന്നു, കേരളത്തിൽ ആകെ ഒരൊറ്റ കമ്പനി അങ്ങനെ വന്നിട്ടുള്ളൂ, ഈ കേന്ദ്ര ഗവൺമെൻറ് അനുമതിയുള്ള, അതുകൊണ്ട് ഞങ്ങൾ ബ്രൂവറികൾ തുടങ്ങാനുള്ള അനുമതി കൊടുക്കുന്നു എന്ന് പറയുന്നു. കേട്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കേരളത്തിൽ ജീവിക്കുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള എല്ലാ മനുഷ്യരും ഇപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ട്. അതൊന്നും ഒരു വിധത്തിലുള്ള രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്നും ഒരു ഉറപ്പുമില്ലാതെ ഒരു കാരണവശാലും 24 ഏക്കർ സ്ഥലം ഒയാസിസ് കമ്പനിയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള CS വാസുദേവനോ അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടർമാരായിട്ടുള്ള ആളുകളൊന്നും സ്വന്തം കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് കേരളത്തിൽ മേടിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പക്ഷെ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം, ഈ പ്രൊജക്റ്റിനെ അനുകൂലിക്കുന്ന ആളുകളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. അവിടെയുള്ള മറ്റ് പല ബ്രൂവറികളിലും കൂടി 2 കോടിയിലധികം വരുന്ന ലിറ്റർ വെള്ളം അവിടെ എടുക്കുകയാണ്. ഇതാവുമ്പോൾ വെറും 2 ലക്ഷം ലിറ്റർ വെള്ളം മാത്രമേ വരുള്ളൂ എന്നൊക്കെയുള്ള പല ന്യായീകരണങ്ങളുണ്ട്. ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടുന്നൊരു പരിപാടിയാണ്. കൂടാതെ അവിടെ മറ്റേ കർഷകരെ സഹായിക്കാൻ പോകുന്നൊരു പരിപാടിയാണ്. കാരണം ഇത്തരത്തിലുള്ള ബ്രോക്കൺ റൈസ് അവിടെ ഇത്തരത്തിൽ ഒരു അസംസ്കൃത വസ്തുവായിട്ട് ഇതിന് കൂടുതലായി ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ കർഷകർക്ക് വലിയ ഗുണം കിട്ടുന്ന പരിപാടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ചെറിയ ചില്ലറകളും ചെറിയ സംഭാവനകളും ഒക്കെ കൊടുത്തുകൊണ്ട് ഈ പോളിസി ചേഞ്ചിന് ഈ കമ്പനി തയ്യാറെടുത്തിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് മിക്കവാറും ഒരെണ്ണത്തിൽ ഒതുങ്ങാനുള്ള സാധ്യതയില്ല. ഇത് വലിയ തോതിൽ പണം വിളയുന്ന, നെല്ല് വിളഞ്ഞില്ലെങ്കിലും പാലക്കാട് നിന്ന് പണം വിളയുന്ന പരിപാടിയാണെന്നുള്ളത് നമ്മുടെ MP രാജേഷൊക്കെ മനസ്സിലായി. പിന്നെ ചില ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇതിന് അഴിമതി നടന്നു എന്ന് തെളിയിക്കാനുള്ള തെളിവ് എവിടെ എന്നുള്ളതാണ് ചോദിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ പോയി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു DIG തന്നെ സ്ഥലത്തെത്തുകയും വലിയ സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ ഇത് തെളിവ് തരേണ്ടത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് തെളിവൊക്കെ കിട്ടാൻ. കാരണം രാഷ്ട്രീയക്കാർ കൈക്കൂലി മേടിക്കുന്നതിനോ അല്ലെങ്കിൽ പണം മേടിക്കുന്നതിനോ നമുക്ക് തെളിവ് കിട്ടില്ല.
പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇതിന് ഞാൻ എതിരല്ല. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ കേരളത്തിലേക്ക് വരുന്ന ഏത് പ്രൊജക്റ്റിനും ഇതേപോലെയുള്ള ഡീലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ പ്രൊജക്റ്റുകൾ നടക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള വികസനമോ 10-20 പേർക്ക് തൊഴിൽ കിട്ടുന്ന കാര്യമൊക്കെ വരണമെങ്കിൽ പോലും ഇത് നടക്കും. പിന്നെ ജലത്തിൻ്റെ ചൂഷണം നടക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അത് മറ്റേ റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്തിട്ട് റെയിൻ വാട്ടർ ശേഖരിച്ചിട്ട് ഇവർക്ക് കൊടുക്കാം എന്നൊക്കെ പറയുന്ന പണിയും, അതുപോലെ കിൻഫ്ര ഒരു പദ്ധതി ഉണ്ടാക്കുന്നുണ്ട്, ആ പദ്ധതിയിൽ നിന്ന് കിട്ടുന്ന വെള്ളം ഇവർ മേടിച്ചോളും എന്നൊക്കെ പറയുന്നതും ഒക്കെ തട്ടിപ്പാണ്. കാരണം വാട്ടർ അതോറിറ്റിയുടെ സൂപ്രണ്ടിങ് എഞ്ചിനീയർ തന്നെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ഇവർക്ക് വെള്ളം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ വെള്ളം കൊടുക്കാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള നിലക്കാണ് ഗവൺമെൻറ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. എലപ്പുള്ളി പഞ്ചായത്തിനെയും അറിയിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള എല്ലാ തരികിടകളും നടത്തുന്ന ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ് 2022 തന്നെ ആ കമ്പനി കൊടുത്തിട്ടുള്ള വാഗ്ദാനം നിറവേറ്റാൻ വേണ്ടിയാണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. കേൾക്കുന്ന മൂക്ക് താഴേക്കുള്ള അരിയാഹാരം കഴിക്കുന്ന നിങ്ങൾക്കും ഒരു സംശയം ഉണ്ടാവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഈ കമ്പനിക്ക് വേണ്ടി വളരെ ശക്തിയുക്തം വാദിക്കുന്നത്. അതിന് മുമ്പിൽ നിൽക്കുന്നത് നമ്മുടെ അപ്പം ഗോവിന്ദനൊക്കെയാണ്. അപ്പം ഗോവിന്ദനെ പോലെയുള്ള ആളുകളും AK ബാലനും MP രാജേഷെ പോലെയുള്ള ആളുകളൊക്കെ ഇത് മുമ്പിലേക്ക് വരുമ്പോൾ തന്നെ ജനങ്ങളുടെ വിശ്വാസം ഇരട്ടിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഇനിയിപ്പോൾ നമുക്ക് വെള്ളം കിട്ടിയില്ലെങ്കിലും ബിയർ കുടിച്ച് സന്തോഷകരമായി ജീവിതം ആനന്ദകരമാക്കൂ എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ.